പുനർനിർണയ ബില്ലിൽ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്ത ബില്ലിന് ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP പിന്തുണ നൽകുമോ? മണ്ഡല പുനർനിർണയ ബിൽ വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നു. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന വിവാദ മണ്ഡല പുനർനിർണയ ബില്ലിൽ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ. കഴിഞ്ഞ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്ത ബില്ലിന് ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP പിന്തുണ നൽകുമെന്ന റിപ്പോർട്ടുകളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നത്. എന്നാൽ അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെന്നാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. മണ്ഡല പുനർനിർണയ ബിൽ വീണ്ടും പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സമ്മേളനത്തിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കാതെ ബില്ല് പാസ്സാകാതെ പോയിരുന്നു. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തവണ ബില്ല് പാസ്സാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP. ഇതിനിടയിലാണ് ശരത് പവാർ വിഭാഗം NCP ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നത്. പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ റിപ്പോർട്ടുകളോട് പ്രതികരിച്ച NCP നേതാവും ലോക്സഭാ MPയുമായ സുപ്രിയ സുലെ ബില്ലിനെ കുറിച്ച് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ബില്ലിന്റെ അന്തിമ രൂപം പരിശോധിച്ച ശേഷമായിരിക്കും പാർട്ടി നിലപാട് സ്വീകരിക്കുകയെന്നും അവർ പറയുന്നുണ്ട്. അതേസമയം എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണന ഉറപ്പാക്കിയാൽ ബില്ലിനെ പിന്തുണയ്ക്കാമെന്ന സൂചനയും സുപ്രിയ സുലെ നൽകി. എല്ലാ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഏകദേശം 50% വീതം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ബില്ലാണെങ്കിൽ NCP അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നീക്കങ്ങളും ചർച്ചയാവുകയാണ്. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിന്റെ നേതൃത്വത്തിൽ NCPയുടെ ഇരുവിഭാഗങ്ങളിലെയും ചില നേതാക്കൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ശരത് പവാർ വിഭാഗവും അജിത് പവാർ വിഭാഗവും വീണ്ടും ഒന്നിക്കുമോ എന്നും NDAക്ക് പിന്തുണ നൽകുമോ എന്നും അഭ്യൂഹങ്ങൾ ശക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് അടിസ്ഥാനമില്ലെന്ന് സുപ്രിയ സുലെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. മണ്ഡല പുനർനിർണയ ബില്ലിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദത്തിന് പ്രധാന കാരണം സീറ്റുകളുടെ പുനർവിതരണമാണ്. നേരത്തെ അവതരിപ്പിച്ച കരട് പ്രകാരം വടക്കേ ഇന്ത്യയിലെ ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നും തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വർധന പരിമിതമായിരിക്കുമെന്നുമായിരുന്നു വിലയിരുത്തൽ. ഇത് തെക്കൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം കുറയ്ക്കുമെന്നും ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച സംസ്ഥാനങ്ങൾക്ക് അനീതി സംഭവിക്കുമെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. BJP ശക്തമായ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ സൃഷ്ടിച്ച് ദീർഘകാല രാഷ്ട്രീയ നേട്ടം ഉറപ്പാക്കാനുള്ള നീക്കമാണിതെന്നും പ്രതിപക്ഷം വിമർശിച്ചിരുന്നു. ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ ബില്ല് പാസ്സാക്കാൻ പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷം നിർബന്ധമാണ്. കഴിഞ്ഞ സമ്മേളനത്തിൽ ആ പിന്തുണ ലഭിക്കാത്തതിനാലാണ് ബില്ല് പരാജയപ്പെട്ടത്. എന്നാൽ അതിനുശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാരിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ജൂലൈ 20 ആരംഭിക്കുന്ന പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തിൽ മണ്ഡല പുനർനിർണയ ബിൽ വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട.